അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ട് ജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന, അവകാശങ്ങൾ ഇല്ലാതാക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും കഴിഞ്ഞ 4 വർഷമായി ഈ പ്രശ്നത്തെ നോക്കിക്കാണുകയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈ എടുത്തിറങ്ങേണ്ട സ്ഥലം MLA എന്തു ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു നാട്ടിലെ ഒരു ജനകീയ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്താനും ഫണ്ടുകൾ സംഘടിപ്പിച്ച് അത് വിനിയോഗിക്കുവാനും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് സ്ഥലം MLA. നമ്മളൊന്ന് മനസ്സിലാക്കണം, ഏതൊക്കെ മാർഗത്തിൽ കൂടെ ഈ പാലം പണിയാൻ MLAക്ക് സാധിക്കുമായിരുന്നു എന്നുള്ളത് ജനം ഒന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം, MLAക്ക് ഒരു വർഷം ആസ്തി വികസന ഫണ്ടിൽ തന്നെ 5 കോടി രൂപ ഉണ്ട്. പ്രാദേശിക വികസന ഫണ്ട് 1 കോടി രൂപ. ഇതിനു പുറമെ നമ്മളൊന്ന് മനസ്സിലാക്കണം, എല്ലാ വർഷവും വെള്ളപ്പൊക്ക ദുരിതാശ്വാസമായിട്ട് 6 കോടി ഒരു മണ്ഡലത്തിലേക്ക് കിട്ടുന്നുണ്ട്. ചീഫ് മിനിസ്റ്ററുടെ CMLRRP പദ്ധതിയിലൂടെ പൈസ ഇങ്ങോട്ട് വരുന്നുണ്ട്. MLA ആണ് ഈ പദ്ധതികൾക്ക് പ്രപ്പോസൽ കൊടുക്കേണ്ടത്. അതുകൂടാതെ ബഡ്ജറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഹിതം PWDക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ബഡ്ജറ്റ് അലോക്കേഷൻ ഈ 140 മണ്ഡലങ്ങളിലെയും MLAമാർക്ക് ലഭിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടിയ തുക. 30 കോടി രൂപ വരെയാണ് ബഡ്ജറ്റ് അലോക്കേഷൻ വരുന്നത്. അതിന് ബഡ്ജറ്റ് പ്രപ്പോസലുകൾ MLA കൊടുക്കണം. അതിന് പുറമെ കിഫ്ബി ഉൾപ്പെടെയുള്ള വലിയ പദ്ധതികൾക്കായിട്ടുള്ള ഫണ്ടിങ് സംവിധാനവും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഇങ്ങനെ നിരവധിയായ ഫണ്ട് ലഭിക്കുന്ന സാഹചര്യങ്ങൾ MLAക്കുള്ളപ്പോൾ കേവലം 4 കോടി രൂപയുടെ ഒരു പാലത്തിന് വേണ്ടി 4 വർഷമായി മൂന്നലവിലെ ജനങ്ങൾ തൊഴുതു നിൽക്കുകയാണ്. ഓരോ തവണയും ഫ്ലെക്സുകളുടെ അപ്പുറത്തോട്ടും ഫ്ലെക്സുകളും പത്രപ്രസ്താവനകൾക്ക് അപ്പുറത്തോട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. നമുക്കറിയാം, മാണിസാറ് ഇവിടെ MLA ആയി വന്ന ആ 10 വർഷക്കാലം എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. മലയോര മേഖലകളിൽ റോഡും പാലവും ഒക്കെ അനുവദിക്കുന്നു, അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ പണികൾ പൂർത്തിയാകുന്നു. ഇതിനൊന്നും ഒരു നിയമ തടസ്സങ്ങളും ഒരു തർക്കങ്ങളും ഒരു പ്രയാസങ്ങളും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. നമ്മൾ അങ്ങനെ കണ്ട് ശീലിച്ച നമുക്കറിയാം, ഇതിന് തൊട്ട് മുമ്പ് 2 പാലങ്ങൾ, നമ്മുടെ ഞെടിഞ്ഞാൽ പാലവും ചൊവ്വൂര് പാലവും ഒക്കെ അപകടാവസ്ഥയിലായിരുന്നപ്പോൾ ഈ തടസ്സങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അന്നെല്ലാം കഴിവുള്ള ആൾക്കാർ ആ താക്കോൽ സ്ഥാനങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. അങ്ങനെ ചെയ്തെടുത്ത സ്ഥാനത്താണ് നമ്മളിപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞ് 4 കൊല്ലമായി നിൽക്കുന്നത്. നമ്മൾ ചിന്തിച്ചറിയാം, കോട്ടയം ജില്ലയിൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു പ്രദേശം നമുക്ക് കാണിക്കാനുണ്ടോ? പാലം തകർന്ന് 4 വർഷമായിട്ട് തിരിഞ്ഞു നോക്കാനില്ലാതെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ, അങ്ങനെ പ്രതിഷേധം ശക്തമായ സമയത്താണ് ഈ പറഞ്ഞ പോലെ MLA ആസ്തി വികസന ഫണ്ടിൽ 4 കോടി 30 ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയുന്നത്. വളരെ സന്തോഷത്തോടുകൂടി ഇവിടുത്തെ ജനങ്ങൾ അതിനെ സ്വാഗതം ചെയ്തു. അത് കിട്ടിയാൽ നല്ലതാണല്ലോ എന്നോർത്ത്. അതിന് തൊട്ടുപുറകെ മേച്ചാലിൽ ഈ 4 കോടി 30 ലക്ഷം രൂപ പാലായിൽ ഒരു വാർത്താ സമ്മേളനം നടത്തിയാണ് ഈ കാര്യങ്ങൾ അറിയിക്കുന്നത്, അല്ലാതെ രഹസ്യമായിട്ടല്ല. സംസ്ഥാന സർക്കാരിൻ്റെ ഒന്നും പൈസ ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് 4 കോടി 30 ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ചു എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു. മേച്ചാലിൻ്റെ സ്വീകരണം നടത്തി. ആ സ്വീകരണം ഏറ്റുവാങ്ങി 1 വർഷത്തോളം ഈ കാര്യം പറഞ്ഞ് ആളുകളെ പറ്റിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം പിന്നെ എന്താ സംഭവിച്ചത്? ഈ 4 കോടി 30 ലക്ഷത്തെക്കുറിച്ച് ഒരക്ഷരം ഇടുന്നില്ല. അതിനു മുമ്പ് ഇവിടുത്തെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ ST കോർപ്പസ് ഫണ്ടിൽ നിന്ന് പൈസ ലഭിക്കുന്നതിനായിട്ട് ഈരാറ്റുപടവ് ബ്ലോക്ക് മുഖാന്തരം എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതിൻ്റെ കാര്യങ്ങൾ പൈസ അനുവദിക്കുന്നതിൻ്റെ ഒരു 90% ആയപ്പോഴാണ് ഈ MLAയുടെ പ്രഖ്യാപനം ഉണ്ടായത്. ചോദിച്ചിട്ട് പറഞ്ഞ പോലെ ഒരു പദ്ധതിയിലേക്ക് 2 ഡിപ്പാർട്ട്മെന്റ് ഒരുപോലെ പൈസ വെക്കുകയില്ല. MLAയുടെ പൈസ ധാരാളം ഉണ്ടെന്നുള്ള കാരണത്താൽ തന്നെ അതിൽ നിന്ന് അവർ പുറകോട്ട് മാറി. MLAയുടെ പൈസ ഉണ്ടെന്നുള്ള വിചാരത്തിൽ നമ്മൾ വരുന്നു. ഇപ്പോൾ ആ 4 കോടി 30 ലക്ഷം ഇല്ല. ഇപ്പോൾ പുതിയ കഥകളാണ് പറയുന്നത്. എന്താ? ചില്ലിച്ചി പാലത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ചില്ലിച്ചി പാലത്തിന് അനുവദിച്ച ആ പൈസ ഇങ്ങോട്ട് മാറ്റുമെന്ന് പറയുന്നു. ഈ 4 കോടി 30 ലക്ഷം രൂപ
ചെലവ് ഈ ചില്ലിച്ചി പാലത്തിന് അനുവദിച്ച പോലെ തന്നെ കടവഴ പാലത്തിന് എന്തുകൊണ്ട് പൈസ അനുവദിച്ചില്ല നമ്മൾ ചിന്തിക്കണ്ടേ? ഞാൻ പറഞ്ഞല്ലോ, MLAക്ക് ഒരു വർഷം ഏറ്റവും കൂടുതൽ ഫണ്ടിങ് കിട്ടുന്നത് ബഡ്ജറ്റ് അലോക്കേഷനിൽ നിന്നാണ്. ആ ബഡ്ജറ്റ് അലോക്കേഷൻ കിട്ടണമെങ്കിൽ പ്രധാനപ്പെട്ടതായി വരണമെങ്കിൽ ബഡ്ജറ്റ് പ്രപ്പോസലുകൾ നമ്മൾ ശ്രദ്ധിക്കണം. 4 വർഷത്തിനിടയ്ക്ക് ഈ കടവഴ പാലം തകർന്നതിന് ശേഷം 4 ബഡ്ജറ്റുകൾ കടന്നുപോയി. എത്ര ബഡ്ജറ്റിലാണ് ഈ പറഞ്ഞ ബഡ്ജറ്റിൽ കടവഴ പാലത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നത്? ബഡ്ജറ്റ് അലോക്കേഷനിൽ കൂടുതൽ തുക ലഭിക്കണമെങ്കിൽ ഇതിന്റെ പ്രയോറിറ്റി ഒന്നാമതായിട്ടോ രണ്ടാമതായിട്ടോ കൊടുക്കണം. കാരണം ഒരു MLA ഒരു വർഷം കൊടുക്കുന്ന 20 പ്രപ്പോസലുകളാണ്. അതിൽ ആദ്യത്തെ 2-3 എണ്ണത്തിനൊക്കെ ആയിട്ട് 10-30 കോടി രൂപ ലഭിക്കും. ബാക്കിയുള്ളതിനൊക്കെ ടോക്കൺ പ്രൊവിഷനെ കാണുള്ളൂ. ഞങ്ങൾ പറയുന്നത് നാട്ടുകാർ വിശ്വസിക്കേണ്ട. വിവരാവകാശ പ്രകാരം ധനകാര്യ വകുപ്പിൽ നിന്ന് രേഖകൾ എടുത്താൽ മനസ്സിലാകും എത്രാമതായിട്ടാണ് കടവഴ പാലത്തിന് MLA നിർദ്ദേശം കൊടുത്തതെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഒന്നാമതായിട്ടാണോ രണ്ടാമതായിട്ടാണോ എന്നുള്ളത് പരിശോധിക്കണം. നാട്ടുകാരെ 20ാമതായിട്ടാണ് കടവഴ പാലത്തിന് നിർദ്ദേശം കൊടുത്തത്. ഈ കടവഴയോട് ഇത്ര സ്നേഹമുള്ള, മൂന്നലവനോട് ഇത്രയും സ്നേഹമുള്ള MLA കൊടുത്തത് 20ാമതായിട്ടാണ് എന്ന് പറയുമ്പോൾ ഈ മലയോര മേഖലയെ അദ്ദേഹം പൂർണ്ണമായും തള്ളിക്കളഞ്ഞതിന്റെ ഒന്നാമത്തെ തെളിവാണ് ആ ബഡ്ജറ്റിൽ 20ാമതായിട്ട് ഈ നിർദ്ദേശം കൊടുക്കുകയും വെറും 100 രൂപയിലേക്ക് മാത്രം ഈ പദ്ധതി ഒതുങ്ങിയത്. ആ ഒപ്പം അനുവദിച്ച മുഴുവനാല് ഒരു റോഡിനൊക്കെ 5 കോടി രൂപ ഉണ്ട്. അവിടെ വേറൊരിടത്തൊരു പാലത്തിന് 5 കോടി രൂപ ഉണ്ട്. അപ്പം ആദ്യത്തെ ഇതിന്റെ പ്രയോറിറ്റിക്ക് ഒരു വലിയ സ്ഥാനം ഉണ്ടായിരുന്നു. ഒന്നാമതോ രണ്ടാമതോ ആയിട്ട് ഇത് വെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഇതിനോടകം പാലം പണിയാനുള്ള നടപടികൾ തുടങ്ങുമായിരുന്നു. എന്നിട്ട് വീണ്ടും ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്നതിനായിട്ട് അടുത്ത കളിയായിട്ട് ഇറങ്ങിയിരിക്കും. ഇത് ഈ 4 കോടിയുടെ കഥ ആളുകൾ മറക്കുന്നതിന് മുമ്പ് തന്നെ അടുത്തത് ഇറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ 6 മാസം മുമ്പ് ഒരു സോയിൽ ടെസ്റ്റ് നടത്തുന്നു. നമുക്കറിയാം എന്തിന്റെ ഈ 100 രൂപയുടെ ടോക്കണ് വേണ്ടിയിട്ടാണ്. അതായത് ബഡ്ജറ്റിൽ 100 രൂപ മാത്രമുള്ള പദ്ധതിക്ക് വേണ്ടിയാണ് ഈ സോയിൽ ടെസ്റ്റ് നടത്തുന്നത്. ഇത് ആരുടെ കണ്ണിൽ പൊടിയിടാനാണ്? സോയിൽ ടെസ്റ്റ് നടത്തുമ്പോൾ അത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു MLA സോയിൽ ടെസ്റ്റ് നടത്താനായിട്ട് വന്നത്. സോയിൽ ടെസ്റ്റ് നടത്തുന്നത് ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഉദ്യോഗസ്ഥർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഒരു പാലം പണിയുടെ ഉദ്ഘാടനം എന്ന രീതിയിൽ തന്നെ പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ വാർത്തയും ചാനലുകാരെ എല്ലാം വിളിച്ച് അവിടെ സോയിൽ ടെസ്റ്റ് നടത്തി. ഇപ്പോഴും പാലം പണിയാനുള്ള AS അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ കാണിക്കാൻ MLAക്ക് ഉണ്ടോ? ഈ 4 വർഷമായിട്ട് അതിനുവേണ്ടി MLA എന്താ ശ്രമിക്കാത്തത്? കാരണം ഇതൊക്കെ കഴിവില്ലായ്മയുടെ ഒന്നാമത്തെ തെളിവാണ്. ഈ മൂന്നലവിലെ മലയോര ജനങ്ങളോട് കാണിക്കുന്ന അവഗണനയുടെ ഒന്നാമത്തെ തെളിവാണ്. ചില ദാസ്യം MLAക്കുണ്ട്. എന്ത് സംഭവിച്ചാലും പുള്ളിക്ക് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ ഒരു കുറവും ഉണ്ടാകുകയില്ല എന്നുള്ള ആ ദാസ്യമാണ് ഇത്തരത്തിൽ മൂന്നലവിനെ അവഗണിക്കുവാനും ഈ മലയോര ജനങ്ങളെ വെല്ലുവിളിക്കുവാനുമുള്ള ധൈര്യം MLAക്ക് കൊടുത്തത്. ഈ സത്യം ജനങ്ങൾ തിരിച്ചറിയണം. ഏത് പദ്ധതികൾ അവസാനം നടക്കാതെ പോകുമ്പോഴും ജോസ് കെ മാണിയുടെ തലയിൽ അതിന്റെ പഴിചാരി രക്ഷപ്പെടുന്നതാണ് പാലായിൽ ഇപ്പൊ നടന്നു വരുന്ന കാര്യം. നമുക്കറിയാം കോട്ടയം ജില്ലയിലെ പ്രതിപക്ഷ MLAമാരുടെ മണ്ഡലങ്ങളൊന്നും എടുത്തു നോക്ക്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇന്നേ വരെ പറഞ്ഞിട്ടുണ്ടോ അനിൽകുമാർ എൻ്റെ ഒരു പദ്ധതി മുടക്കിയെന്ന്? അവിടെ എന്തെങ്കിലും ഡെവലപ്മെന്റ് കുറവ് വന്നിട്ടുണ്ടോ? ജാൻഡി ഉമ്മൻ പ്രതിപക്ഷ നേതാവ്, പ്രതിപക്ഷ MLA, അയാൾ പറഞ്ഞിട്ടുണ്ടോ ജയിക്ക് എൻ്റെ പദ്ധതികൾ മുടക്കുന്നെന്ന്? MLAക്ക് അനുവദിക്കാൻ പറ്റുന്ന പദ്ധതികളും MLAയുടെ ഫണ്ടുകളും ചെലവാക്കുന്നത് അത് MLAയുടെ മിടുക്ക. അത് ചെലവാകാതെ പോവുകയോ ഫണ്ട് ലഭിക്കാതെ പോവുകയോ ചെയ്താൽ അതിന്റെ കുറ്റം എതിർ സ്ഥാനാർത്ഥിയോടോ എതിർ മുന്നണിയുടെ നേതാവിൻ്റെയോ തലയിൽ ചാരുന്നത് സ്വന്തം കഴിവുകേട് മറച്ചു വെക്കാനാണെന്നേ ഞാൻ പറയുള്ളൂ. പിന്നെ മൂന്നലവുകാർ എന്ത് സംഭവിച്ചാലും മാണി കാപ്പൻ വോട്ട് ചെയ്യുമെന്നുള്ളൊരു ധൈര്യം പുള്ളിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ധൈര്യത്തിന്റെ പുറത്താണ് ഇവിടെ എല്ലാ വികസന കാര്യങ്ങളും മുടക്കി കിടക്കുന്നതിന്റെ കാര്യം. കാരണം ഇതൊന്നും ചെയ്തില്ലേലും ഇവിടുത്തെ ആളുകൾ വീണ്ടും വീണ്ടും പുള്ളിക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു വിദ്യാധാരണയിലാണ് പുള്ളി ഇരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇതൊന്നും അല്ല ആവശ്യം. ഇവിടെ മലയോര മേഖല